ആലിലത്താലി. രചന മുഹമ്മദ് റാഫി. അവതരണം സൽസാമുസ്തു. പെട്ടെന്ന് രാത്രി ഒത്തി വൈകിയായിരുന്നു നന്ദൊന്ന് ഉറങ്ങിയത്. പെട്ടെന്ന് അവളെ ശരീരത്തിലേക്ക് എന്തോ ഒരു ഭാരം വന്ന് പതിച്ചതും ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് അവൾ എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് തൻ്റെ ശരീരത്തോട് അമർന്നു കിടക്കുന്ന യദുവിനെ കണ്ടത്. ആ സമയം അവനെ തട്ടിമാറ്റാൻ പോലും കൈകൾ ഉയർത്താൻ കഴിയാത്ത വിധം അവൾ തളർന്നു പോയതുപോലെ തോന്നി. പക്ഷേ തൻ്റെ ശരീരത്തോട് അമർന്നു കിടക്കുന്ന യദുവിൻ്റെ മുഖഭാവവും അവളിൽ അറിയാതെ പോലും ഒരു നോട്ടം നോക്കാൻ ആഗ്രഹിക്കാത്ത വിധം കണ്ണുകളും അടച്ചുകൊണ്ട് അവൻ സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കൂടി കണ്ടതും നിറമിഴികളോടെ അവൾ അവനെ പിടിച്ചു മാറ്റാൻ എന്നോണം കൈ ഉയർത്തുമ്പോഴേക്കും വേദന കടിച്ചമർത്തിക്കൊണ്ടവൻ സ്വയം എഴുന്നേറ്റ് ബെഡിലേക്ക് ഇരുന്നു. സോറി, വെള്ളം കുടിക്കാനായിട്ടപ്പം വേദനയുള്ള കാലൊന്ന് തെന്നിപ്പോയി, അങ്ങനെ വീണുപോയതാ. ഇരുമേനിയും ഒരു മനസ്സുമായവർ ഇനി മുതൽ ഒരു മേനിയും ഒരു മനസ്സുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൈത്തിലണിയുന്ന താലി എന്ന സത്യം അവളെ കൈത്തിൽ കിടക്കുമ്പോഴും ആ ശരീരത്തിൽ അറിയാതൊന്ന് തൊട്ടതിൻ്റെ പേരിൽ തൻ്റെ പാതിയിൽ നിന്നും കേൾക്കേണ്ടി വന്ന ആ വാക്ക് അവളിലൊരു വേദന സമ്മാനിച്ചതുപോലെ തന്നെ മനസ്സിൽ സന്തോഷവും നിറച്ചിരുന്നു. താലി എന്ന അവകാശം അവൾ ഉണ്ടായിട്ടും മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത പാതിയിൽ ഒരു സ്പർശനം കൊണ്ട് പോലും സുഖം കണ്ടെത്താത്ത യദു എന്ന ഭർത്താവിനോട് അവൾക്ക് വല്ലാത്തൊരിഷ്ടവും ബഹുമാനവും തോന്നി. ഏട്ടന് ഇങ്ങനെ ഒരു മുഖം താഴ്ത്തിരിക്കേണ്ട, എനിക്ക് മനസ്സിലാവും മനഃപൂർവ്വം സംഭവിച്ചതല്ലെന്ന്. പിന്നെ എനിക്ക് മുമ്പിൽ ഇങ്ങനെ ഒരിക്കലും ക്ഷമ പറയരുത്. എൻ്റെ ശരീരത്തിൽ തൊട്ട കൈകൾ അർപ്പോടെ എടുത്ത് മാറ്റിക്കോ. എന്നെ വഴക്ക് പറഞ്ഞോ, തല്ലിക്കോ, കുത്തുവാക്കുകൾ കൊണ്ട് ഹൃദയം കീറി മുറിച്ചോ, പരാതിയും പരിഭവവും ഇല്ലാതെ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. എന്നാൽ ഒരിക്കൽ പോലും ഈ ശിരസ് ഈ ഗതിയില്ലാത്തവൾക്ക് മുമ്പിൽ താഴ്ത്തരുത്. അതെനിക്ക് വല്ലാത്തൊരു വേദനയായിരിക്കും. അവൻ എന്തു പറയുമെന്ന് അറിയില്ലായിരുന്നു. ആ വാക്കുകളെ പുച്ഛിച്ചു തള്ളാൻ അവന് തോന്നിയില്ല. അതേസമയം അവൾക്ക് ആശ്വാസമേകുന്ന ഒരു മറുപടി പറയാനും അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഒന്നും പറയാതെ, മുഖത്ത് സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും വിടർത്താതെ, അവളിൽ നോട്ടം കൊണ്ട് പോലും ഒരു നേരിയ പ്രതീക്ഷ കൊടുക്കാതെ അവൻ മുഖം തിരിച്ചു കടന്നു. പിറ്റേന്ന് ഏതു എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് തറയിലേക്കായിരുന്നു. അവിടെ നന്ദയെ കാണാത്തത് അവനിൽ ചെറിയൊരു ആശ്വാസം നിറച്ചു. കാരണം ഇന്നലെ അറിയാതെയാണെങ്കിൽ പോലും അവൻ്റെ അടുത്തുനിന്ന് പറ്റിയ തെറ്റ് ഒരിക്കലും ജീവിതത്തിൽ കൂടെ കൂട്ടില്ലെന്ന് ഉറപ്പിച്ചവളുടെ മേനിൽ അവൻ്റെ അമർന്ന ശരീരം അതോർക്കും തോറും അവൻ്റെ ഉള്ളിൽ ദേഷ്യമാണോ കുറ്റബോധമാണോ എന്ന് തിരിച്ചറിയാത്ത കഴിയാത്ത ഒന്നായിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ആ സ്വപ്നം കടന്നു വന്നു. എന്നാലും എന്തായിരിക്കും ഭഗവാനെ അങ്ങനെ ഒരു സ്വപ്നം എന്നിൽ വന്ന് ചേർന്നത്? ഇത്രയും ദിവസം അവൾ അരികിലുണ്ടായിട്ടും ഒരു തെറ്റായ നോട്ടം പോലെ എന്നിൽ നിന്ന് അവൾക്ക് നേരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവളെ ശരീരം എനിക്ക് മുമ്പിൽ തെളിഞ്ഞു കാണും വിധം അങ്ങനെ ഒരു സ്വപ്നം. ഇതുവരെ സ്നേഹത്തോടൊന്ന് നോക്കുകൂടി ചെയ്യാത്ത അവളെ ഞാൻ സ്നേഹം കൊണ്ട് വാരിപ്പുണരുന്നു. അവളെ ശരീരത്തിൽ എൻ്റെ കൈയും മുഖവും കൊതിയോടെ സ്പർശിക്കുന്നത് ഞാൻ അറിഞ്ഞതാണ്. ഇപ്പോഴും മഴയുടെ തണുപ്പും എന്നെ പൊതിഞ്ഞു പിടിച്ച അവളുടെ ചൂടും ആ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധവും എന്നിൽ പടർന്നു കയറും പോലെ തോന്നുന്നു. അവൻ്റെ ഉള്ളിൽ അവളെന്ന ചിന്ത നിറഞ്ഞതും ആ മനസ്സിൽ ഓരോന്നോർത്തുള്ള സംഘർഷം ഉടലെടുത്തിരുന്നു. കണ്ണുകൾ ഇറകെപ്പൂട്ടി തലയിണിലേക്ക് മുഖം അമർത്തുമ്പോഴും വീണ്ടും വീണ്ടും അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ആ സ്വപ്നം കടന്നു വന്നു. കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ടവൻ പതിയെ ബെഡിലേക്ക് ചാരിയിരുന്നു. ദിവസവും 2-3 തവണ കുളിക്കുന്ന യദുവിന് ഒരു രാത്രി ആ പതിവ് തെറ്റിച്ചപ്പോൾ തന്നെ എന്തോ വെറുപ്പ് പോലെ തോന്നി. കയ്യിലെയും കാലിലെയും കെട്ടുകഴിക്കാതെ തനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന ചിന്തയും അവൻ്റെ ഉള്ളിനെ കീറി മുറിച്ചു. ഒരു നിമിഷം അവൻ അമ്മയുടെ കുറിപ്പിനെക്കുറിച്ച് ഓർത്തുപോയി. മാസങ്ങളായി സ്വയം ഒന്നിനും കഴിയാതെ ആ കിടപ്പ് തുടങ്ങിയിട്ട്. അരക്കത്തായ സ്വാധീനം നന്നേ കുറവുള്ള അമ്മ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും സ്വന്തം കാര്യമെങ്കിലും ആരുടെ സഹായമില്ലാതെ ചെയ്യാൻ. ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഒരാളെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ അതെനിക്കറിയാം. അപ്പം അതിൻ്റെ എത്ര ഇരട്ടി വേദന എൻ്റെ അമ്മ അനുഭവിക്കുന്നുണ്ടാവും. പാവം അമ്മ. ഓരോന്നോർത്തിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത്. ഓടിപ്പോയി നോക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും ശരീരം അതിന് അനുവദിക്കില്ലെന്ന ബോധത്തോടെ അവൻ അല്പനേരം കൂടി അവിടെ തന്നെ കിടന്നു. ആ കിടപ്പ് എന്തോ ഒരു മടുപ്പ് വരുത്തും പോലെ തോന്നിയതും അവൻ സ്വയം എഴുന്നേറ്റുകൊണ്ട് പതിയെ ഓരോ കാര്യം വെച്ച് അമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടന്നതും അവിടുന്ന് കേട്ടു അമ്മയുടെ റൂമിൽ നിന്നും നന്ദയുടെയും അമ്മയുടെയും സംസാരം. അയ്യോ, ഇതെന്ത് പറ്റിയതാ മോളെ? കൈ നല്ലതുപോലെ പൊള്ളിയിട്ടുണ്ടല്ലോ. അത് ചായ വാങ്ങി വെച്ചപ്പോൾ കയ്യിലേക്ക് വീണു പോയതാ, ചെറുതായത് പൊള്ളിയുള്ളൂ. നോക്കി ചെയ്യണ്ടേ മോളെ, എന്തിനാ നീ തിരക്കൂട്ടി ഓരോന്ന് ചെയ്യുന്നത്? ഇന്ന് എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയമ്മേ. അമ്മക്ക് രാവിലെ മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. അതുമാത്രമല്ല ഏട്ടനും ഭക്ഷണവും മെഡിസിൻസൊക്കെ കൊടുക്കാനുണ്ട്. സമയം വൈകിയെന്ന് കണ്ടപ്പം പെട്ടെന്ന് ചെയ്തതാ, അതിൽ തെറ്റിപ്പോയതാണ്. എല്ലാവരും കൂടി നോക്കി എൻ്റെ കുട്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇവിടെ. ശാരദ വരാൻ ഇനിയും സമയമെടുക്കും. വിശ്വാസമുള്ള ഒരാളെ നോക്കാൻ അമ്മ യദുവിനോട് പറയാം.
അതൊന്നും വേണ്ടമ്മേ. എൻ്റെ അമ്മക്കുട്ടിയെയും നെതുവേട്ടനെയും ഈ വീട്ടിലെ കാര്യങ്ങളും നോക്കാം ഞാൻ തന്നെ അധികമാണ് ഇവിടെ. ഇതൊക്കെ ചെയ്യാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പിന്നെ എനിക്കെന്താ ജോലി ഇവിടെ? ഇതൊക്കെ ഓടി നടന്ന് ചെയ്യുന്നതാ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് എനിക്ക് സഹായത്തിന് ആരെയും നോക്കണ്ട. ഞാൻ പോയി ഏട്ടനുള്ള ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നതും കണ്ടത് പതിയെ അവനൊന്ന് മാറി നിന്നു. അമ്മയോട് അവൾ പറയുന്നത് കേട്ടപ്പോഴാണ് നേരത്തെ കേട്ട ശബ്ദം എന്തിൻ്റെ ആയിരുന്നെന്ന് മനസ്സിലായത്. പതിയെ അവൻ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് ചുമരിൽ താങ്ങ് കൊടുത്ത് അടുക്കളയിലേക്ക് എത്തി നോക്കിയതും കണ്ടു അവിടെ ജോലികളുടെ മല്ലിടുന്ന നന്ദയെ. മുമ്പിലുള്ള സ്നേഹം സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ അപ്പോഴും അവന് കഴിയാത്ത പോലെ തോന്നി. അല്പസമയം അങ്ങനെ നോക്കി നിന്നതും കാലിൽ അസഹ്യമായ വേദന തോന്നിയവൻ തിരികെ റൂമിലേക്ക് പോകാനായി മുന്നോട്ടാഞ്ഞതും കാലിലെ വേദന കാരണം മുൻപോട്ട് നടക്കാൻ പറ്റാത്ത പോലെ. ആ സമയം ഹാളിലേക്ക് വന്ന നന്ദ കാണുന്നത് ഭിത്തിയിൽ താങ്ങ് കൊടുത്തു നിൽക്കുന്ന യദുവിനെയാണ്. കണ്ണീരിൽ നനഞ്ഞൊട്ടി അവൻ്റെ മുഖം കണ്ടതും അവൻ്റെ ഉള്ളിലെ വേദനയുടെ ആയം നന്ദ മനസ്സിലാക്കിയിരുന്നു. അവൻ്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ഒരു കൈ അവൻ്റെ വയറിലേക്ക് ചുറ്റിപ്പിടിച്ച് മറുകൈ അവൻ്റെ കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൾ റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. എന്തിനേട്ടാ ഈ വേദന കടിച്ചമർത്തി ഒറ്റയ്ക്ക് നടക്കാൻ നോക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഒരു വിളിക്കപ്പുറം ഈ പെണ്ണുണ്ടാവുമെന്ന്. യാതൊരു അവകാശവും പറയാതെ ഞാൻ നോക്കിക്കോളാന്ന്. പെട്ടെന്ന് അമ്മയെ കാണാൻ തോന്നി. അല്പം ഗൗരവത്തിലായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. ഏട്ടനിവിടെ ഇരിക്കേ. അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി ഒരു ബക്കറ്റ് ചൂടുവെള്ളവും തോളിലൊരു തോർത്തുമായി വന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലാക്കാനും ബ്രഷ് ചെയ്യാനും എല്ലാത്തിനും അവളുടെ കരങ്ങൾ അവന് താങ്ങായി. എല്ലാം കഴിഞ്ഞ് അവനെ ബെഡിലേക്ക് ഇരുത്തി അവൻ്റെ ഷർട്ട് അയച്ചതും ഒന്ന് വീഴ്ചക്കൊണ്ടവൾ അവളെ നോക്കി. അപ്പോഴേക്കും തോർത്ത് നനച്ചുകൊണ്ടവൾ അവൻ്റെ ശരീരഭാഗങ്ങളെല്ലാം നനച്ചു തുടയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവനും അവളെ കയ്യിലേക്ക് നോക്കിയത്. ചെറുതായി പൊള്ളിയിട്ടുണ്ട്. വെളുത്ത കൈ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. വെള്ളം തട്ടുമ്പോൾ ആ കയ്യിൽ നീറ്റലുണ്ടെന്ന് ആ മുഖം പറയാതെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവളെ വെറുത്തവൻ, വേദനിപ്പിച്ചവൻ, കുത്തുവാക്കുകൾ കൊണ്ട് ഹൃദയം കീറി മുറിച്ചവൻ, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരാളോട് അതിൻ്റെ യാതൊരു ദേഷ്യവും കാണിക്കാതെ സ്വന്തം വേദന പോലും മറന്ന് വീട്ടിലെ ജോലിക്കിടയിലും അമ്മയെ നോക്കുന്നതിനിടയിലും തൻ്റെ കാര്യം കൂടി യാതൊരു മുഷിപ്പും കൂടാതെ ചെയ്യുന്നത് കാണുമ്പോൾ അവളെന്ന പെണ്ണിനോട് അവന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അതേസമയം തന്നെ തുടക്കാൻ വേണ്ടി കുനിയുമ്പോൾ അവനിൽ പതിയുന്ന അവളെ നിശ്വാസം അവനെ അസ്വസ്ഥമാക്കാനും തുടങ്ങി. ശരീരമെല്ലാം തുടച്ചു കഴിഞ്ഞതും അവൻക്ക് വല്ലാത്തൊരു ഉണർവ് പോലെ തോന്നി. അലമാരയിൽ നിന്നൊരു ഷർട്ട് എടുത്ത് അവനെ ധരിപ്പിച്ചു കൊടുക്കുമ്പം ഒരു കുഞ്ഞിനോടെന്ന പോലെ ഒരു കരുതലായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നത്. ഉടുപ്പിൽ സാരി തിരികെ വെച്ചുകൊണ്ടായിരുന്നു അവളത് ചെയ്തത്. ബട്ടൺസ് ഇടാൻ വേണ്ടി അവനിലേക്ക് ഒന്ന് അടുത്തതും അവൾ ഉടുപ്പിൻ്റെ ഭാഗം അവനിലേക്ക് കൂടുതൽ അടുക്കും പോലെ തോന്നി. ആ സമയം അവനത് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നിയതും അവൻ ആ കൈകൾ പിടിച്ചു മാറ്റാനെന്നോണം അവളെ കയ്യിലെ പിടുത്തമിട്ടതും ഹാ വേദന നിറഞ്ഞൊരു തേങ്ങൽ അവളിൽ നിന്നും അറിയാതെ പുറത്തേക്ക് വന്നു. തുടരും. ബാക്കി എന്താണെന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ മിസ്റ്റർ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.